നമസ്കാരം. അലവലാതി നാക്ക് അത് മാത്രം കൈമുതലായിട്ടുള്ള ചട്ടി മറിയ മാത്രമാണ് ഈ നാട്ടിലെ വയോധികർ എന്ന് സംഘപരിവാറുകാരും ചില കോൺഗ്രസ്സുകാരും കരുതുന്നു. എന്നാൽ അവരല്ല. ഇവിടുത്തെ ഭൂരിപക്ഷം വയോധികർ എന്ന് പറയുന്നത് അവർ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. ഈ നാട് അവരെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവരാണ്. ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിവുള്ളവരാണ്. അല്ലാതെ ഈ പുലഭ്യക്കാരിയും വെറും അലവലാതി നാക്കും മാത്രമുള്ള ചട്ടി മറിയെ കണ്ടിട്ട് ഇവരാണ് ഈ വയോധികരുടെ അവസ്ഥയുടെ പ്രതീകമെന്ന് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഇതുപോലുള്ള വയോധികർ കൂടി ഈ നാട്ടിലുണ്ട്. അതായത് ഈ നാടിന്റെ രാഷ്ട്രീയ സ്പന്ദനം വളരെ കൃത്യമായി തിരിച്ചറിയാവുന്ന വയോജനങ്ങൾ, അവർ തന്നെയാണ് ഈ നാടിന്റെ ശക്തി എന്ന് പറയേണ്ടി വരികയാണ്. ബി ജെ പിക്ക് എന്ത് ചാൻസ്? ആൾക്കാരെ പറ്റിക്കല. ഒരു കാര്യം ചോദിച്ചാൽ മറുപടി പറയണം. പറയോ? ഇവിടെ പണ്ട് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞ് സ്റ്റൗ കത്തിച്ചവരാ. പെട്രോളിന് വില കൂടിയത് കാളവണ്ടിയെന്ന് നടന്നു. 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് തരാം. നിങ്ങളുടെ എനിക്കല്ല, എനിക്ക് 56 വയസ്സായി. ആരെങ്കിലും കൈ വന്നോ? 15 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് തന്നോ? അതാണ് ബി ജെ പി. ഇവർ അത്യാവശ്യം നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള പിള്ളേരാ. ഇവരെ പറ്റിയിട്ട് നടക്കില്ല. വടക്കേ ഇന്ത്യയിൽ ഇവിടെ ബി ജെ പി വന്നാൽ ഇവിടെ പശുവെടുത്ത് തിന്നാൻ പറ്റുമോ? പോത്തിനെടുത്ത് തിന്നാൻ പറ്റുമോ? ഓടിച്ചിട്ട് തല്ലൂ. അവരിവിടെ വരെ ബി ജെ പിയുടെ അയാളൊരു നല്ല മനുഷ്യനാണ് ഗോപി, സുരേഷ് ഗോപി. അയാളെ കൊണ്ടുപോയി അതിനകത്തിട്ട് നശിപ്പിച്ചു. ഇപ്പൊ അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞ റോഡ് ഷോ എനിക്ക് വേണ്ട. എന്തിനാ സുരേഷ് ഗോപി? അയാളോട് നമുക്ക് അഭിപ്രായത്തിൽ ഇല്ല. നല്ല മനുഷ്യനാ. അപ്പൊ അങ്ങനെ പുള്ളി എടുത്താ പൊങ്ങോ? അതായത് മോളെ അതിനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നന്നായിട്ട് പൂവമ്പഴം, നല്ല പൂവമ്പഴം കോളാമ്പയ്ക്കകത്ത് വീണ കഴിക്കാൻ പറ്റുമോ? ഇയാളൊരു പൂവമ്പഴമാ, പക്ഷെ കോളാമ്പയ്ക്കകത്താ പോയി വീണത്. എന്ത് ചെയ്യാൻ പറ്റും? തിന്നാൻ പറ്റുമോ? കേട്ടില്ലേ? രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം. ഒരുപക്ഷെ പല ചെറുപ്പക്കാർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വിശാലമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകില്ല. പിന്നെ ചട്ടിമറിയ അടുത്തിരുന്ന് പറഞ്ഞുകൊടുത്ത് പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിച്ച് തത്തേ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പുലഭ്യക്കാരി, അത് കണ്ടിട്ട് ഇതാണ് ഈ നാടിന്റെ പ്രതീകമെന്ന രീതിയിൽ ഞങ്ങളുടെ സ്വന്തം മാപ്രകൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അവരെ പിച്ചച്ചട്ടിയും കൊടുത്ത് ഈ റോഡിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം, പിച്ചച്ചട്ടി മാത്രമല്ല എന്ത് കൈ കൊടുത്താലും അത് വെച്ച് അഭിനയിക്കും. അത് നമ്മൾ കണ്ടതാണ്. അതായത് അടിവസ്ത്രത്തെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരെ പ്രതിഷേധിക്കാനും, ഇനി ഇതൊന്നും ഇല്ലാതെ പ്രതിഷേധിക്കാൻ പറഞ്ഞാലും ചട്ടിമറിയയ്ക്ക് ഒരു പ്രശ്നമല്ല. ചട്ടിമറിയുടെ സ്വഭാവം വെച്ചിട്ട് ചട്ടിമറിയയ്ക്ക് ഈ തുണി തന്നെ ഇല്ലാതെ ഒന്ന് റോഡിൽ ഇറങ്ങി എന്ന് പ്രതികരിക്കാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുമെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഈ നാട്ടിൽ ഇപ്പോൾ വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്ന ആ പരിണിത പ്രജ്ഞയായിട്ടുള്ള അമ്മച്ചി എന്ന് പറയുന്നത്. കാര്യം ഏതെങ്കിലും ഒരാൾ പുലഭ്യം പറയാൻ വേണ്ടി നമുക്ക് കിട്ടിയാൽ, പ്രത്യേകിച്ച് പിണറായിയെ 10 തെറി മാപ്രകൾക്ക് മുന്നിൽ പറയണം, അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാൽ വലിയ ഡിമാൻഡാണ്. കണ്ടില്ലേ, മോദി വന്ന വേദിയിൽ പോലും ഒരു കസേര കിട്ടിയിട്ടുണ്ട്. ഒട്ടകം ഗോപാലിന് കിട്ടിയില്ലെങ്കിൽ എന്ത്, ഈ ചട്ടിമറിയയ്ക്ക് കിട്ടി. കാര്യം പിണറായിയെ പുലഭ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കസേര കിട്ടും. ഇപ്പോ ഈ നാട്ടിൽ ഇനി ആർക്കെങ്കിലും ഈ മോഡി വരുന്ന വേദിയിലൊക്കെ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ജെ പി പോയി പ്രവർത്തിക്കാൻ നിൽക്കരുത്. നേരെ കോൺഗ്രസ്സുകാരോടൊപ്പം നിന്നുകൊണ്ട് പിണറായിയെ 10 പുലഭ്യം പറഞ്ഞാൽ ഉടനടി അവരെ ബി ജെ പി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതല്ല കേരളം എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മറ്റൊരു വയോധികന്റെ ആ പ്രതികരണം. ഇതൊക്കെയാണ് കേരളം. ഇവരൊക്കെയാണ് കേരളത്തിന്റെ തണലും കരുത്തും എന്ന് പറയുന്നത്. ഇവരുടെ രാഷ്ട്രീയ ബോധ്യം, ആ ബോധ്യമാണ് ഈ നാടിനെ നിങ്ങൾക്ക് വഴി തെറ്റിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവുണ്ടാക്കുന്നത്. കാര്യം ഇത്രയും പ്രായമെത്തിയിട്ടും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഏതോ ഒരു ഓൺലൈൻ മാധ്യമം ഒരു മൈക്ക് കൊണ്ടുവച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ എണ്ണി എണ്ണി മറുപടി പറയുകയാണ്. ആ ചോദ്യത്തിന് മുന്നിൽ കോലും പിടിച്ചിരിക്കുന്ന മാപ്രയ്ക്ക് പോലും മറുപടി പറയാറില്ല. അതാണ് ഇവിടത്തെ വയോധിക പ്രതീകങ്ങളുടെ തിരിച്ചറിവെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ പരിധി നോക്കിയാൽ ഇതുപോലുള്ള 1-2 ചട്ടിമറികളെ കിട്ടും. എവിടെ കൊണ്ടുവന്നിട്ട് ആരെ പുലഭ്യം പറയാൻ പറഞ്ഞാലും പൈസ പോക്കറ്റ് വെച്ചു കൊടുത്താൽ അല്ല അന്തസ്സായിട്ട് ഇറങ്ങി അങ്ങ് തെറി വിളിച്ചോളും. കാര്യം 80ഉം 90ഉം വയസ്സായതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പേ ഇളകി വരുന്ന ജന്തുവിനെ വായ്ക്കകത്ത് കോലിട്ട് കടി മേടിക്കാൻ നിൽക്കൂ. അതുകൊണ്ട് ആരും കണ്ടില്ല, നെവർ മൈൻഡ് ആയിട്ട് കളയും. അങ്ങനെയുള്ള ഇനങ്ങളെ നമ്മുടെ നാട്ടിൽ ചിലർക്ക് വലിയ താല്പര്യമാണ്. ഈ പേ ഇളകി വരണം. ആ പേ ഇളകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കൊണ്ടുപോയി കടിപ്പിക്കാനും ഉപയോഗിക്കാനോ. അങ്ങനെ പേ ഇളകിയ ചട്ടിമറിയമാരല്ല ഈ നാടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ പ്രതികരണം കേൾപ്പിച്ചത്. ആ പ്രതികരണങ്ങളാണ് ഈ നാടിന്റെ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തപ്പിപ്പിടിച്ചാൽ 1-2 ചട്ടിമറിയമാരെ കിട്ടുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം പേരും അവർ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു പോയെന്നും കഴിഞ്ഞ 7.5 വർഷക്കാലം അവർക്ക് കൊടുത്ത ആനുകൂല്യവും അത് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചവർക്ക് ഇപ്പോൾ വൈകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നതാണ്.
ആ വലിയ വിഭാഗം. അതുകൊണ്ട് നടിമാരായിട്ടുള്ള ചട്ടിമറിയമാരെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ചട്ടമറിയാന്നും പേരിടാം. കാര്യം ഈ ചട്ട ഊരാൻ പറഞ്ഞ അപ്പോ ഊരാൻ തയ്യാറായി നിൽക്കുന്ന ചട്ടമറി എന്ന് വേണമെങ്കിൽ ഭാവിയിൽ വിളിക്കാൻ പറ്റുന്ന അവസരമുള്ള ഈ പുലഭ്യക്കാരിയൊക്കെ മാറ്റി നിർത്തിയാൽ കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാടല്ലെന്ന്. ഇതുപോലുള്ള വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെ, ഇതുപോലുള്ള ഉറച്ച അഭിപ്രായങ്ങളിലൂടെ കേരളം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും. അവിടെയൊക്കെ ചില ഇടങ്ങളിൽ കൊണ്ടുവന്ന് ചെളി വാരി എറിയിക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിമറിയമാർക്കല്ല ഈ നാട്ടിൽ വരും കാലങ്ങളിൽ സ്ഥാനമുണ്ടാകുക. ചട്ടിമറിയമാരുടെ സ്ഥാനം BJP-ക്കാരെ പോലെ ഓടയിലായി മാറുന്ന സാഹചര്യമേ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.